ഹലോ ഹലോ ആരാ? ഹലോ ആരാത്? എന്താ മോളെ? ഫോണോ? എപ്പോ? ടിവിയിലോ? സ്വിച്ചിങ് ടു കൊമേഴ്ഷ്യൽ ബ്രേക്ക്. അതിനിടയിലും പരസ്യം. മഞ്ജുന് ഹെഡ്ഫോൺ കൊടുക്കൂ. മൂവ് ഫാസ്റ്റ്. ഓക്കെ മഞ്ജു, എന്ത് പറ്റി? ആരോ ഒരാള്. ആളെ കണ്ടോ? ഇല്ല. മഞ്ജുന് ഫോൺ കൈമാറിയ വ്യക്തിയും ഫോണിന്റെ ഉടമയും പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാരാകും? ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തത്സമയം ഒരു പെൺകുട്ടി തുടരും. പേടിക്കാനൊന്നും ഇല്ലെന്നേ, ചെറിയൊരു ഭീഷണി. ഈ ഫോൺ ആരാ തന്നെ, ഞാൻ എന്തിനാ ഇത് വാങ്ങിച്ച്, ഒന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. ഫോണിലൂടെ ആരോ എന്തൊക്കെയോ പറഞ്ഞു. പെട്ടെന്ന് ഞാനൊന്ന് പേടിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഇല്ലെന്നേ. അതറിയില്ലേ മോളെ? ലാസ്റ്റ് കോള്, ലാസ്റ്റ് റിസീവ്ഡ് കോളിന്റെ നമ്പർ എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് വിളിച്ചാ പോരെ? ആളെ കൈയോട് പിടിക്കാമല്ലോ. ഓ, ഭയങ്കര ഐഡിയ ആയിപ്പോയി. അതാണ് ഐഡിയ. എന്റെ അപ്പൂപ്പ അതൊക്കെ വിളിച്ചു നോക്കി. പബ്ലിക് ഫോൺ ബൂത്തിൽ നിന്നുള്ള കോളായിരുന്നു. ടോക്ക് ബാക്ക് കൂട്ടു, ടോക്ക് ബാക്ക്. തത്സമയം ഒരു പെൺകുട്ടിക്കിടെ മഞ്ജുവിന് ഫോൺ കൈമാറിയ അജ്ഞാതൻ ആര്? ആ ഫോണിലൂടെ ആര് എന്താണ് മഞ്ജുവുമായി സംസാരിച്ചത്? പ്രേക്ഷകർക്ക് കേൾക്കാനാവാതെ പോയ ആ സംഭാഷണം റിയൽ ടിവിയിലൂടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ. സ്റ്റാൻഡ് ബൈ ക്യാമറ 1. ഓക്കേ മാം. ഒന്ന് പെട്ടെന്ന് വാടേ. ഹലോ, മഞ്ജു അല്ലേ? കുറേ ദിവസങ്ങളായി ഞാൻ മഞ്ജുവിൻ്റെ പിന്നാലെ ഉണ്ട്. തത്സമയം തന്നെ കാണാറുമുണ്ട്. തത്സമയം കണ്ട് കണ്ട് എനിക്ക് തന്നെ വല്ലാതങ്ങ് പിടിച്ചുപോയി. പല വഴിക്കും ശ്രമിച്ചു മഞ്ജുവിനെ ഒന്ന് ഫോണിൽ കിട്ടാൻ. ഒന്നും നടന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴി തേടേണ്ടി വന്നത്. ഹലോ മഞ്ജു, കേൾക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെയാ മഞ്ജു. ഒരു കാര്യത്തിനായി തുനിഞ്ഞിറങ്ങിയാൽ അതിനെല്ലാ വഴിയും നോക്കും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് മഞ്ജുവിലേക്കുള്ള എല്ലാ വഴിയും ഞാൻ നോക്കും.